ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ എൻ്റെ ഈ ചാനലിലേക്ക് ഒരു വീഡിയോ ഇടുന്നത്. ഇനി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇടാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ തമിഴ് സീരീസായ ചട്നി സാമ്പാർ എന്ന് പറയുന്ന സീരീസിൻ്റെ കഥയാണ്. ഇതൊരു 6 എപ്പിസോഡാണ് ഉള്ളത്. നമുക്ക് ഈ ഒരു ഇതിൽ ഫസ്റ്റ് എപ്പിസോഡ് പറയാം. ഈ സീരീസ് തുടങ്ങുന്നത് ഊട്ടിയിൽ അമുദ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അവിടെ തമിഴ് ട്രഡീഷണലായിട്ടുള്ള ഫുഡുകൾ ഉണ്ടാക്കുന്ന ഹോട്ടലാണ്. അവിടുത്തെ സാമ്പാർ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അതറിഞ്ഞിട്ട് ഈ ചാനലിൽ അവർ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് വരുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ സീരീസ് തുടങ്ങുന്നത്. 30 വർഷമായി ഈ ഹോട്ടൽ അവരവിടെ തുടങ്ങിയിട്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ വർഷങ്ങളായിട്ട് അവിടെ കഴിക്കാൻ വരുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. അവർക്ക് അവരുടെ പല പല ഓർമ്മകളും അവിടെ വന്ന് കഴിച്ചിട്ടുള്ള ഓർമ്മകളും അവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് സെലിബ്രിറ്റീസും ഒക്കെ വരുന്നൊരു ഹോട്ടലാണത്. അങ്ങനെ ഈ ചാനലിലൂടെ ഇവർ ഈ ഹോട്ടൽ മുഴുവനായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പീറ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ പരിചയപ്പെടുന്നുണ്ട്. അദ്ദേഹം അവിടുത്തെ ഒരു സ്റ്റാഫാണ്. അങ്ങനെ പീറ്ററിനോട് ചോദിക്കുന്നുണ്ട് ഈ ഹോട്ടലായിട്ടുള്ള ബോണ്ടിങ് എങ്ങനെയാണെന്ന്. അയാൾ കുറേ വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പുള്ളിക്കാരനൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. ആ സമയത്ത് 1 വർഷത്തോളം കിടപ്പിലായിപ്പോയി. അപ്പോഴും ഇവിടുത്തെ സാറ് ഇദ്ദേഹത്തിൻ്റെ ചികിത്സാ ചിലവുകളും എല്ലാം നോക്കുന്നുണ്ടായിരുന്നു. അത് പോരാഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ സാലറിയും കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇവരുടെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഷെഫിനെ പരിചയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ സാമ്പാർ ഭയങ്കര ഫേമസ് ആണല്ലോ, അതിൻ്റെ ഒരു സീക്രട്ട് റെസിപ്പി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഷെഫ് പറയുന്നുണ്ട് അത് ഞങ്ങൾക്കും അറിയാൻ പാടില്ല. രാവിലെ ഞങ്ങൾ വരും, ഞങ്ങൾ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വയ്ക്കും. അത് കഴിയുമ്പോൾ സാറ് വരും. സാറ് വന്നിട്ട് ഞങ്ങളോടെല്ലാം പുറത്തിറങ്ങാൻ പറയും. എന്നിട്ട് സാറാണ് ആ സീക്രട്ട് റെസിപ്പി ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ അകത്ത് കയറ്റുന്നതെന്ന്. അപ്പോൾ ആ ഒരു റെസിപ്പി എന്ന് പറയുന്നത് അത് സാറിന് മാത്രം അറിയാവുന്നൊരു സീക്രട്ടാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അടുത്തതായിട്ട് എൻ്റെ ഓണറായ രത്നസ്വാമിയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഈ ഒരു സക്സസിൻ്റെ കാരണം എന്താണെന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ജനങ്ങൾക്ക് ഞങ്ങളോടുള്ള ഒരു വിശ്വാസമാണ്, അതുകൊണ്ടാണ് ഇത് ഇത്രയും സക്സസ് ആയിട്ട് ഓടുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം പുള്ളിക്കാരി ചോദിക്കുന്നുണ്ട് ഇതിന് വേറെ ബ്രാഞ്ചസ് എന്തുകൊണ്ട് തുടങ്ങുന്നില്ല ഇത്രയും ഫേമസ് ആയിട്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇതിപ്പം ഒരുപാട് ബ്രാഞ്ചസ് തുടങ്ങിയാൽ നമുക്ക് വില കൂട്ടാം, പക്ഷേ ഈ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ടേസ്റ്റ് ഇവിടെ മാത്രമേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇതിങ്ങനെ ഒരു ബ്രാഞ്ചായിട്ട് തന്നെ മതി, വേറെ ബ്രാഞ്ചസ് ഒന്നും തുടങ്ങുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. രത്നസ്വാമിക്ക് 2 മക്കളാണുള്ളത്, കാർത്തിക്കും അമുദയും. അതിൽ അമുദയുടെ പേരിലാണ് ഈ ഹോട്ടലൊക്കെ ഉള്ളത്. അപ്പോൾ അടുത്തത് കാർത്തിക്കിനെയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. കാർത്തിക്കിനോട് ചോദിക്കുന്നുണ്ട് ഈ ന്യൂ ജനറേഷൻ, നിങ്ങളുടെ ഒരു ജനറേഷന് ഈ ഹോട്ടലിൻ്റെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന്. അപ്പോൾ കാർത്തിക്കും പറയുന്നുണ്ട് ഇത് അച്ഛൻ്റെ ഹാർഡ് വർക്കിൻ്റെ ഫലമാണ്, ഈ ഒരു ഐഡൻറ്റിറ്റിയിലാണ് ഞങ്ങളുള്ളത്. അപ്പം ഞങ്ങൾക്കും ഇത് വളരെ ഇങ്ങനെ തന്നെ കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ അമുദയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അമുദയുടെ ഹസ്ബൻഡിൻ്റെ പേര് ഇളങ്കോ എന്നാണ്. ആ സമയത്ത് ഇളങ്കോ അവിടെ വരുന്നുണ്ട്. ഇളങ്കോ ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇളങ്കോയും കാർത്തിക്കും ഇളങ്കോയും കൂടി പറയുന്നുണ്ട് ഇവിടെ ഞങ്ങൾ ചെറിയ ചെറിയ മസാല സ്വീറ്റ്സ് അങ്ങനെയൊക്കെ തുടങ്ങാൻ പ്ലാൻ ഇടുന്നുണ്ട്, അല്ലാണ്ട് വലിയ മാറ്റങ്ങളോ ഒന്നും വരുത്തുന്നില്ല. അങ്ങനെ സക്സസ് ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇവിടെയൊക്കെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂട്ടിയിട്ട് രത്നസ്വാമിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ പോയി അമുദേനെയും അമ്മേനെയൊക്കെ പരിചയപ്പെടുന്നുണ്ട്. അമുദയ്ക്ക് ഒരു 4-5 വയസ്സായൊരു മോനുണ്ട്, അപ്പു എന്നാ പേര്. പിന്നെ അവിടെ ഉള്ളത് സോഫി എന്ന് പറയുന്ന അവർ കിച്ചണിൽ കുക്കൊക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. അവരുടെ ഒരു ഫാമിലി മെമ്പറിനെ പോലെയാണ് കാണുന്നത്. സോഫിയുണ്ട്. അപ്പോൾ ഇവരൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് അവർ ലഞ്ച് കഴിക്കുന്ന സമയത്ത് അപ്പു ആണെങ്കിൽ ഒരു ബക്കറ്റ് കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് അതിലേക്കാണ് യൂറിൻ പാസ് ചെയ്യുന്നത്. അപ്പോൾ അമുദ വഴക്ക് പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് മോളെ വിട്ടേക്കാം, ഒരു കുട്ടിയല്ലേ, കുട്ടികളായിട്ട് കാണുമെന്ന് പറയുന്നുണ്ട്. അച്ഛൻ അത്രയും കൂളായിട്ടുള്ളൊരു പേഴ്സണാണ്. അങ്ങനെ ഒരു ഫുഡ് കഴിച്ച് നല്ല തമാശയ്ക്ക് പറഞ്ഞ് എല്ലാവരും ചിരിച്ചുകൊണ്ട് ഹാപ്പി ആയിട്ടുള്ളൊരു ഫാമിലി കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് രത്നസ്വാമിക്ക് വയ്യാണ്ടാവുന്നത്. പുള്ളിക്കാരൻ എന്തോ നെഞ്ചുവേദന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ആണ് അറിയുന്നത് പുള്ളിക്കാരന് പാൻക്രിയാറ്റിക് ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്തു. അത് 3rd സ്റ്റേജാണ്. അപ്പോൾ ഇനിയിപ്പോൾ കീമോ ചെയ്തിട്ടൊന്നും കാര്യമില്ലെന്നുള്ളത് ഡോക്ടർ പറയുന്നുണ്ട്. എന്തായാലും പുള്ളിക്കാരൻ മരിക്കാറാവുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിനുള്ള പ്രിപ്പയർഡ് ആവുക എന്നുള്ളത് ഡോക്ടർ പറയുന്നുണ്ട്. ആ ഡോക്ടർ പോയി കഴിഞ്ഞിട്ട് അമൃത പറയുന്നുണ്ട് നമുക്ക് വേറെ ഡോക്ടറിൻ്റെ കൂടി ഒപ്പീനിയൻ ചോദിക്കാമെന്ന്. ആ സമയം കാർത്തിക് പറഞ്ഞു നമ്മൾ ഇത് തന്നെ ഇപ്പോൾ 3ാമത്തെ ഡോക്ടർ തന്നെയാണ് കാണിക്കുന്നത്. ഇളങ്കോയും പറഞ്ഞു നമുക്ക് അമേരിക്കയിൽ നല്ലൊരു ഡോക്ടറുണ്ട് അവിടെ കാണിച്ചാലോ എന്നൊക്കെ. അപ്പോൾ അമ്മ പറഞ്ഞു ഇനി വേണ്ട, ഇനി മതി ചികിത്സിച്ചത്. ഈ 3 മാസമായിട്ട് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഇതിൻ്റെ ചികിത്സയുടെ പേരിൽ തന്നെ. അദ്ദേഹം ഉള്ള സമയം ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ നിർത്തുന്നുണ്ട്. കാർത്തിക് അമ്മയും പോയി കഴിയുമ്പോൾ ഇളങ്കോ അമുദയോട് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു അച്ഛൻ
എന്തോ പൂർത്തിയാകാത്ത ആഗ്രഹം ഉണ്ടെന്നാണ്, അതുകൊണ്ടാണ് അച്ഛൻ ഇത്രയും വിഷമിച്ചിരിക്കുന്നത്. അപ്പോൾ അമ്മ പറയും അങ്ങനെ ഒരു ആഗ്രഹം എന്താ അച്ഛനുള്ളത്? അപ്പോൾ ഇളങ്കോ പറയും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മുത്തച്ഛൻ ഇതുപോലെ വയ്യാണ്ട് കിടപ്പുണ്ടായിരുന്നു. ആ സമയത്ത് അവരെന്തൊക്കെ ചെയ്തിട്ടും മുത്തച്ഛൻ ഓക്കെ ആയില്ല. അപ്പോഴാണ് സാമന്തയുടെ ഓ സോൾട്ടിയ എന്ന് പറയുന്ന സോങ് ഇട്ട് കൊടുത്തത്. അപ്പോഴാണ് മുത്തച്ഛൻ ഹാപ്പി ആയിട്ടാണ് മരിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് അമുത ഇളങ്കോൻ്റെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. അപ്പോൾ തന്നെ പതുക്കെ ഇളങ്കോ മുങ്ങോടുന്നു. അത് കഴിയുമ്പോഴത്തേനും കാണിക്കുന്നത് സോഫി കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സോഫിയുടെ അച്ഛൻ അവിടേക്ക് വരുന്നുണ്ട്. വന്നിട്ട് സോഫിയോട് ഒരു 1000 രൂപ കടം ചോദിക്കുന്നുണ്ട്. വേറെ ഒന്നിനുമല്ല, കുടിക്കാനായിട്ടാണ്. എപ്പോഴും കുടിച്ചുകൊണ്ട് നടപ്പാണ് പുള്ളിക്കാരൻ്റെ ജോലി. അതിന് വേണ്ടിയിട്ട് മോളോട് കടം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. സോഫി വഴക്കുണ്ടാക്കുന്നുണ്ട്, ഞാൻ തരില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ എല്ലാം വാങ്ങിക്കൊണ്ടുപോയി കുടിച്ചില്ല, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് തമ്മിൽ വഴക്കാകുന്നുണ്ട്. ആ സമയം അച്ഛൻ പറയുന്നുണ്ട്, മോൾ കുട്ടിക്കാലത്ത് 5 വയസ്സിൽ എന്നോട് സൈക്കിൾ വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അന്ന് വൈകിട്ട് എന്നെ മോൾക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛൻ്റെ ഓർമ്മകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സോഫി അതേ സൈക്കിൾ 3 മാസം കഴിഞ്ഞ് കൊണ്ടുപോയി വിറ്റിട്ട് അമ്മയുടെ നിന്ന് കിട്ടിയത് അച്ഛന് ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ച് സോഫിയും തിരിച്ച് തർക്കിക്കുന്നുണ്ട്. അങ്ങനെ അവർ കുറച്ച് വഴക്കായിട്ട് സോഫി പൈസയൊന്നും കൊടുക്കാണ്ടാണ് അച്ഛൻ പോകുന്നത്. തിരിച്ചു പോകുന്ന സമയത്ത് പീറ്റർ അവിടെ നിൽപ്പുണ്ട്. പീറ്ററിനോടും കടം ചോദിക്കുന്നുണ്ട്. പീറ്ററും ഇല്ല എന്ന് പറഞ്ഞിട്ട് പീറ്ററിനോടും വഴക്കുണ്ടാക്കിയിട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രത്നസ്വാമി കാർത്തികിനോട് പറയുന്നുണ്ട്, ഞാൻ മരിക്കാറായി, നീ എനിക്കൊരു ഉപകാരം ചെയ്യണം, ഒരു സഹായം ചെയ്തു തരണമെന്ന് കാർത്തികിനോട് പറയുന്നുണ്ട്. കാർത്തിക് പറയുന്നുണ്ട്, എന്താണ് അച്ഛൻ, എന്തായാലും ചെയ്തു തരാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ചെന്നൈയിൽ 4 വർഷം ജോലി ചെയ്യാനായിട്ട് പോയിരുന്നു. ആ സമയത്ത് എനിക്ക് അവിടെ വെച്ചിട്ട് ഒരു പെൺകുട്ടിയോടൊരു സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷേ പല സാഹചര്യങ്ങൾ കൊണ്ട് പുള്ളിക്കാരനാളെ കല്യാണം കഴിക്കാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ ഇങ്ങനെ നാട്ടിലേക്ക് വന്നത്, ഇവിടെ ഊട്ടിയിലേക്ക് വന്നതും ഇവിടെ വിവാഹം കഴിച്ച് സെറ്റിലായതും. അപ്പോൾ ശ്രീ മരിച്ചും പോയി. പക്ഷേ അവരിൽ എനിക്കൊരു മകനുണ്ടായിരുന്നു. അത് തന്നെ ഞാൻ ഈ ഇടയ്ക്കാണ് അറിഞ്ഞത്. അപ്പം പുള്ളിക്കാരൻ അവിടെ നിന്ന് വരുമ്പോഴൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഇടയ്ക്കാണ് ആരോ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ അറിയുന്നത് പുള്ളിക്കാരൻ്റെ ഒരു മകനുണ്ട്, ആ വൈഫിലൊരു മകനുണ്ട്. അപ്പോൾ നീ അവനെ പോയിട്ട് ചെന്നൈയിൽ പോയി ആ മകനെ കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവരണം. എന്നിട്ട് എൻ്റെ മരണാനന്തര ചടങ്ങുകളിൽ അവനെയും നിങ്ങൾ ഉൾപ്പെടുത്തണം. അവനെ ഈ കുടുംബത്തിൻ്റെ അംഗത്തെ പോലെ നിങ്ങൾ കാണണം. അതെല്ലാം നീ വേണം ചെയ്യാനായിട്ട് എന്ന് ഈ മോനോട് അച്ഛൻ പറയുന്നുണ്ട്. അവൻ എവിടെയാണ്, ചെന്നൈയിൽ എവിടെയാണെന്നോ എന്ത് ചെയ്യണമെന്നോ ഒന്നും എനിക്കറിയാൻ പാടില്ല, പക്ഷെ നീ അവനെ കണ്ടുപിടിച്ച് കൊണ്ടുവരണമെന്ന് അച്ഛൻ പറയുന്നുണ്ട്. അപ്പോൾ മോൻ അച്ഛൻ്റെ ആഗ്രഹമല്ലേ, മരിക്കാറായെന്ന് പറയുമ്പോൾ ആഗ്രഹമല്ലേ എന്ന് ചോദിച്ചിട്ട് ആ മോൻ ഇതെല്ലാം ഞാൻ ചെയ്തു തരാം എന്നുള്ള പ്രോമിസ് അച്ഛന് കൊടുക്കുന്നുമുണ്ട്. അത് കഴിഞ്ഞിട്ട് കാർത്തിക് പറയുന്നുണ്ട്, എനിക്ക് ഇവരെ കണ്ടിട്ടുമില്ല, അറിയാനും പാടില്ലല്ലോ എന്ന് പറയുമ്പോൾ അച്ഛനാണെങ്കിൽ ഇവരുടെ അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോയുടെ ബാക്കിലായിട്ട് ഈ ഗേൾ ഫ്രണ്ടിൻ്റെ ഫോട്ടോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവരുടെ ഫോട്ടോ, അമ്മയുടെ ഫോട്ടോ. അത് പോരാഞ്ഞിട്ട് ഇവരുടെ പേര് കാർത്തിക് ചോദിക്കുമ്പോഴാണ് അറിയുന്നത് അമുത എന്നാണ്. ആ അമുതയുടെ പേരാണ് ഈ മകൾക്ക് വിട്ടേക്കുന്നത്, ഈ ഹോട്ടലിന് വിട്ടേക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാർത്തിക് ഇളങ്കോയോടും പീറ്ററിനോടും ഈ കഥകളെല്ലാം പറയുന്നുണ്ട്, അച്ഛൻ്റെ ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ആ സമയത്ത് ഇളങ്കോ ദേഷ്യപ്പെടുന്നുണ്ട്, നീ എന്തിനത് ചെയ്തു കൊടുക്കാമെന്നൊക്കെ അച്ഛൻ പ്രോമിസ് കൊടുത്തത്, അച്ഛനോട് ദേഷ്യപ്പെടേണ്ട സമയത്ത് നീ ഇതിന് പ്രോമിസാണോ കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കാർത്തിക് പറയുന്നുണ്ട്, അച്ഛൻ പണ്ട് എങ്ങനെയാണെന്നുള്ളതല്ലല്ലോ എന്നാൽ ഇപ്പം അച്ഛൻ ഞങ്ങളെ നല്ലൊരു ഭർത്താവായിരുന്നു, നല്ല ഒരു അച്ഛനായിരുന്നു, ഞങ്ങളെയൊക്കെ നന്നായിട്ടാണ് നോക്കിയിട്ടുള്ളത്. അപ്പോൾ അച്ഛൻ്റെ അവസാന സമയത്ത് ഒരു ആഗ്രഹം പറയുമ്പോൾ ഞാനത് ചെയ്തു കൊടുക്കേണ്ടതല്ലേ എന്നുള്ളത് കാർത്തിക് പറയുന്നുണ്ട്. കാർത്തിക് ഒരു നല്ല മനസ്സുള്ള ഒരാളാണ്. അപ്പോൾ കാർത്തിക് അങ്ങനെയാണ് ചിന്തിക്കുന്നത്, എൻ്റെ അച്ഛൻ്റെ അവസാനത്തെ ആഗ്രഹമല്ലേ, അപ്പോൾ അത് ഞാൻ സാധിച്ചു കൊടുക്കല്ലേ വേണ്ടേ എന്നുള്ള രീതിയിലാണ് കാർത്തിക് പറയുന്നത്. എന്നിട്ട് ഇളങ്കോ പറയുന്നുണ്ട്, ഇതെങ്ങാനും നിൻ്റെ ചേച്ചി അറിയണേൽ അവൾ ആദ്യം പറയുന്നത് ഞാൻ വിചാരിച്ച അച്ഛൻ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ ഹോട്ടലിന് എൻ്റെ പേരിട്ടേക്കുന്നതാണ്, ഇതിപ്പോൾ എൻ്റെ പേര് പോലും അവരുടെ പേരാണല്ലോ എന്ന് പറഞ്ഞ് കരയുന്ന ഇളങ്കോ പറഞ്ഞത്. അങ്ങനെ എന്തായാലും ഇവർ 3 പേരും കൂടിയിട്ട് അടുത്ത ദിവസം ചെന്നൈയിലേക്ക് ആ മകനെ അന്വേഷിച്ച് പോവാണ്. അവിടെ ചെന്നിട്ട് അച്ഛൻ മുമ്പ് താമസിച്ച സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ പോയിട്ട് ഈ അമ്മയുടെ ഫോട്ടോ കാണിച്ച് പഴയ ആളുകളോടും അവിടെയുള്ള കടയിലുള്ള ആളുകളോടൊക്കെ പോയിട്ട് ചോദിക്കുന്നുണ്ട്, ഈ അമ്മേനെ അറിയാമോ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം രാത്രിയൊക്കെ ആകുമ്പോഴത്തേനും ഒരു അങ്കിൾ പറയുന്നുണ്ട്, ഇത് നമ്മുടെ സച്ചുവിൻ്റെ അമ്മയാണല്ലോ എന്ന് പറയുന്നുണ്ട്. സച്ചു എന്ന് ചോദിക്കുമ്പോഴത്തേനും അവൻ്റെ പേര് സച്ചിൻ ബാബു എന്നാണ്, അവൻ ഇവിടെ ഒരു തട്ടുകട നടത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വഴി പറഞ്ഞു കൊടുക്കും അവർക്ക്. അങ്ങനെ അവർ അന്വേഷിച്ച തട്ടുകടയുടെ ഫ്രണ്ടിലെത്തുമ്പോൾ ഭയങ്കര തിരക്ക്. ഒരു ചെറിയ തട്ടുകടയാണ്, നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണത്തില്ല, അതുപോലെ ചെറിയൊരു തട്ടുകടയാണ്. അവിടെ എൻ്റെ ഫ്രണ്ടിൽ ഭയങ്കര തിരക്ക്, ആ പുള്ളിക്കാരനൊന്നും കാണാനേ പറ്റുന്നില്ല, അത്രയ്ക്ക് തിരക്കായിട്ടാണ് ഫുഡ് വാങ്ങാൻ ആളുകൾ നിൽക്കുന്നത്. അതിൻ്റെ ആ ഒരു തട്ടുകടയുടെ മുകളിലെ ബോർഡിൽ അമുത റെസ്റ്റോറൻ്റ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ അമുത റെസ്റ്റോറൻറ്റിൻ്റെ ബ്രാഞ്ചാണ് അവിടെ കൂട്ടിയിട്ട് തുടങ്ങിയെന്ന് പീറ്റർ കോമഡിയായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ ഈ പതുക്കെ ഈ തിരക്ക് ഓരോ ആളുകളായിട്ട് ഫുഡ് വാങ്ങി മാറി പോകുന്നുണ്ട്. ആ സമയം സച്ചിനെ കാണിക്കുന്നുണ്ട്.
ആ സമയം ഇളങ്കോ പറയുന്നുണ്ട്, എടാ കാർത്തികേ നമുക്ക് ഇവിടെ നിന്ന് പോവാം. അച്ഛൻ ചോദിക്കുവാണേലേ നമ്മൾ ചെന്നൈ ഒരുപാട് അന്വേഷിച്ചു, മകനെ കണ്ടില്ല എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഫാമിലിയോടെ ഗൾഫിലേക്ക് പോകുന്നെല്ലാം പറയാമെന്ന് പറയുന്നു. അപ്പോൾ കാർത്തിക് പറയുന്നില്ല, എനിക്ക് കാണണം എന്നുള്ള രീതിയിൽ മുന്നോട്ടേക്ക് നടക്കുന്നുണ്ട്. ആ സമയം അവിടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഒരു കാർ വന്ന് നിർത്തുന്നുണ്ട്. ആ കാറിലുള്ളത് MLA ആണ്, അവിടുത്തെ MLA ആണ്. MLAയും സച്ചിനും ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചതാണ്. അപ്പോൾ MLA വന്നതും സച്ചിൻ്റെ ഫുഡ് വാങ്ങാനാണ്. സച്ചിൻ്റെയും ഫുഡിൻ്റെ ഫാനാണ് MLA. അങ്ങനെ അവർ ഫ്രണ്ട്ലി കുറച്ച് നേരം സച്ചിനും MLAയും കൂടി ഫ്രണ്ട്ലി ടോക്കൊക്കെ നടക്കുന്നുണ്ട്. എന്നിട്ട് MLA പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവർ കണ്ടുകൊണ്ട് നിൽപ്പുണ്ട്. എന്നിട്ട് വേറൊരു അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി സച്ചിനോട് ചോദിക്കുന്നുണ്ട്, എടാ സച്ചിനെ, ഞങ്ങളിവിടെ ഇഷ്ടംപോലെ ആളുകൾ കഴിക്കാൻ വരുന്നുണ്ട്, MLAയും നിൻ്റെ ഫ്രണ്ടാണ്, നിനക്ക് സുഖമായിട്ടൊരു വലിയ ഹോട്ടൽ നടത്തിക്കൂടെയും ചോദിക്കുമ്പോൾ സച്ചിൻ പറയുന്നുണ്ട്, എടാ ഞാൻ വലിയ ഹോട്ടൽ നടത്തുവാണെങ്കിൽ ഞാൻ വില കൂട്ടിയും ടേസ്റ്റ് മാറ്റിയും ഒക്കെ വിറ്റാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫുഡ് കഴിക്കാൻ പറ്റുന്നത്? ഒരു തുള്ളി വെള്ളം പോലും ഫ്രീ ആയിട്ട് ആരും തരത്തില്ല. ഞാൻ ഈ ഹോട്ടൽ നടത്തുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ വന്ന് കഴിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത്. പൈസ വന്നാലും ഉള്ള സമാധാനം എല്ലാം പോവും എന്നൊക്കെ സച്ചിൻ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അവരുടെ അച്ഛൻ്റെ സ്വാമിയുടെ അതേ സംസാര രീതിയാണെന്നൊക്കെ കാർത്തിക്കിനും തോന്നുന്നുണ്ട്. നമുക്ക് കേൾക്കുമ്പോൾ തുടക്കത്തിൽ ഓർമ്മയുണ്ടോ, അച്ഛൻ പറയുന്നുണ്ട്, മറ്റേ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുമ്പോഴത്തേനും അച്ഛൻ പറയുന്നുണ്ട്, ഇനി വേറെ ബ്രാഞ്ചസ് തുടങ്ങിയാൽ ഇതുപോലെ നമുക്ക് ടേസ്റ്റിൽ ഫുഡും കിട്ടത്തില്ല, വേറെ ഇതുപോലെ പൈസ കൂട്ടി വിറ്റാൽ ഇങ്ങനെയൊന്നും കഴിക്കാൻ ആർക്കും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതേ ഒരു സ്വഭാവമാണ് ഈ മകനെന്നുള്ളത് ഇതിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്. ആ സമയം സച്ചിൻ അവിടെ നിൽക്കുന്ന കാർത്തിക്കിനെയും പീറ്ററിനെയും ഇളങ്കോയും കാണുന്നുണ്ട്. ആ സാർ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേനും കാർത്തിക് പറയും ഒരു പ്ലേറ്റ് ഇഡ്ഡലി എന്ന് പറയും. അപ്പം മറ്റവരോട് ചോദിക്കുമ്പോൾ അവർ പറയും, ഇളങ്കോ പറയും എനിക്കൊന്നും വേണ്ടെന്ന് പറയും. പീറ്ററിന് വേണമെന്നുണ്ടായിരുന്നു, ഇളങ്കോ സമ്മതിക്കത്തില്ല. അപ്പോൾ അങ്ങനെ കാർത്തിക്കിന് ഒരു പ്ലേറ്റ് ഇഡ്ഡലി കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ അത് കഴിക്കുമ്പോഴാണ് അവിടുത്തെ ചട്നി സൂപ്പറാണ്. അപ്പോൾ കാർത്തിക് പറയും നല്ല സൂപ്പർ ചട്നി എന്ന് പറയും. അങ്ങനെ ഇളങ്കോയും പീറ്ററും കൂടി കഴിച്ച് നോക്കുമ്പോൾ ശരിയാണല്ലോ, നല്ല ചട്നിയാണല്ലോ. അപ്പോൾ ആ ഒരു കൊതിയിൽ പീറ്റർ വന്നിട്ട് ഒരു പ്ലേറ്റ് ഇത് പറയും, ഇഡ്ഡലി പറയും. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേനും ഇളങ്കോയ്ക്കും വേണമെന്ന് പറയും ഫുഡ്. അങ്ങനെ അവരെല്ലാവരും അവിടുത്തെ ഫുഡെല്ലാം കഴിച്ച് അവർക്ക് ആ ചട്നി ഭയങ്കര ഇഷ്ടപ്പെടാം. ഇവിടെ രത്നസ്വാമിയുടെ സാമ്പാറാണ് ഫേമസ് എങ്കിൽ സച്ചിൻ്റെ ചട്നിയാണ് ഇവിടെ ഫേമസ്. അതുപോലെ ഒരു സീക്രട്ട് റെസിപ്പി ഉണ്ട് അതിന്. അതുകൊണ്ട് അതിന് ഒരുപാട് ഫാൻസും ഉണ്ട്, ഒരുപാട് ആളുകൾ അതുകൊണ്ടാണ് വന്ന് കഴിക്കുന്നത് അവിടുത്തെ ഫുഡ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സച്ചിൻ കടയൊക്കെ അടച്ച് രാത്രി വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഒരു കുപ്പിയൊക്കെ വാങ്ങിച്ചാൽ പോകുന്നത്. എല്ലാ ദിവസവും രാത്രി ആകുമ്പോഴത്തേനും ഇത്തിരി വെള്ളമൊക്കെ അടിക്കും. ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്, അമ്മയും ഇല്ല. അപ്പം വീട്ടിൽ ചെന്ന് അമ്മയുടെ ഫോട്ടോ നോക്കി ഇത്തിരി സംസാരിച്ചിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ വെള്ളം അടിക്കാനുള്ള പ്ലാൻ ഇതൊക്കെ ആയിട്ട് ഇരിക്കുമ്പോഴത്തേനാണ് ആരോ വന്ന് ഡോറിൽ മുട്ടുന്നത്. അപ്പോൾ നോക്കുമ്പോഴത്തേനും നമ്മുടെ കാർത്തിക്കും ഇളങ്കോയും പീറ്ററും കൂടി വന്നിട്ടുണ്ട്. അപ്പം സച്ചിൻ സാർ എന്താ എവിടെ വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാർത്തിക് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ സഹോദരനാണ്, നമ്മുടെ അച്ഛൻ വയ്യാണ്ട് കിടക്കുവാണ്, അപ്പോൾ അവസാനമായിട്ട് നിങ്ങളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു, അപ്പോൾ അവരോട് ഒന്ന് വരണമെന്ന് പറയുന്നുണ്ട്. അപ്പം സച്ചിന് ഭയങ്കര ദേഷ്യമാണ്, കാരണം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു അച്ഛനില്ലാണ്ട് വളരുമ്പോൾ ഉള്ള സമൂഹത്തിൽ നിന്ന് നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് അയാൾ പുള്ളിക്കാരോട് ഭയങ്കര ദേഷ്യമാണ്. അമ്മയെ ചതിച്ചിട്ട് പോയ വ്യക്തി എന്നുള്ള രീതിയിൽ കാണുമ്പോൾ ഭയങ്കര ദേഷ്യമാണ് അച്ഛനോട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സച്ചിൻ വളരെ ദേഷ്യത്തോട് സംസാരിക്കുന്നുണ്ട്, എനിക്ക് അയാളെ കാണേണ്ട ആവശ്യമില്ല, നമ്മുടെ അച്ഛൻ്റെ അവസാനത്തെ ആഗ്രഹമില്ല എന്നൊക്കെ പറയുമ്പോഴത്തേനും അയാൾ മരിക്കുമ്പോഴത്തേനും എന്നെ ഒന്ന് അറിയിക്കണം, ഞാൻ ഇനി ഇവിടെയുള്ളവർക്ക് ഫിഷ് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിൻ ആ ഒരു രീതിയിലാണ് സംസാരിക്കുന്നത്. സച്ചിൻ്റെ സൈഡും ചിന്തിക്കുമ്പോൾ ശരിയാണല്ലോ, അച്ഛന് അമ്മയെ ചതിച്ചിട്ട് പോയി, അച്ഛനില്ലാതെ വളരുന്നതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് സച്ചിൻ ഭയങ്കര റൂഡായിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ദേഷ്യപ്പെട്ട് കാർത്തിക് ഒരുപാട് സംസാരിച്ചിട്ടും ഒന്നും അത് കേൾക്കുന്നില്ല സച്ചിൻ. അങ്ങനെ അവരെ 3 പേരെ വീട്ടിൽ നിന്ന് അവർ പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. സച്ചിൻ പുറത്തേക്ക് ഇറങ്ങി ഡോർ അടയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണ് കാണിക്കുന്നത്. അടുത്ത ദിവസം സച്ചിൻ പുള്ളിക്കാരൻ്റെ ഹോട്ടലിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോഴത്തേനും 2 ആൻറ്റിമാർ എന്നിട്ട് രാവിലത്തെ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഇഡ്ഡലിയൊക്കെ കാട്ടി വയ്ക്കുന്നുണ്ട്. ആ സമയം സച്ചിൻ വന്നിട്ട് അവരോട് പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നുണ്ട്. ഇവിടെ സച്ചിൻ്റെ അച്ഛൻ്റെ അതേ ഒരു രീതിയാണ്. അവിടുത്തെ സ്റ്റാഫുകളെല്ലാം പുറത്തിറക്കിയിട്ട് സച്ചിൻ സീക്രട്ടായിട്ടുള്ള ആ ഒരു ചട്നി ഉണ്ടാക്കുന്നതാണ്. ആ റെസിപ്പി ആർക്കും പറഞ്ഞു കൊടുക്കത്തില്ല. ആ ഒരു ആൻറ്റി ചോദിക്കുന്നുണ്ട് അതിൻ്റെ റെസിപ്പി, അപ്പം അതൊന്നും പറഞ്ഞു കൊടുക്കത്തില്ല. അവരൊക്കെ പുറത്തിറക്കിയിട്ടാണ് അമ്മിക്കല്ലിലാണ് ഇതൊക്കെ അരച്ചെടുക്കുന്നതൊക്കെ. അപ്പോൾ ആ സമയത്ത് എല്ലാം അടച്ചിട്ടിട്ട് സച്ചിൻ മാത്രമായിട്ട് എന്നിട്ടാണ് അത് ചെയ്യുന്നത്, ആ ചട്നി ഉണ്ടാക്കുന്നത്. അത് അപ്പോഴത്തേനും ആ ചട്നി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാർത്തിക്കും ഇളങ്കോയും പീറ്ററും കൂടി അവിടേക്ക് വരുന്നുണ്ട്, പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് ചട്നി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ ചട്നി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് സച്ചിൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവരെ കാണുന്നുണ്ട്. അപ്പോഴും കാർത്തിക് ഒരുപാട് സച്ചിനോട് സംസാരിച്ച് നോക്കുന്നുണ്ടെന്ന് വരാൻ വേണ്ടിയിട്ട്, പക്ഷേ സച്ചിന് ഒരു രക്ഷയില്ല. അപ്പോഴും അച്ഛനെ ഒരുപാട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്, ഒട്ടും വരാൻ താല്പര്യമില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. അതുപോലെ അമ്മയുടെ ഒരു ഫോട്ടോ കാർത്തിക്കിൻ്റെ ഉണ്ടല്ലോ, അതും വാങ്ങി വെക്കുന്നുണ്ട് സച്ചിൻ. എന്നിട്ട് ഇനി വരരുതെന്നൊക്കെ പറയുന്നുണ്ട്, ഇതാരും അറിയരുത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കാർത്തിക് അപ്പോഴും ഒരുപാട് സംസാരിച്ച് നോക്കുന്നുണ്ട് ഒന്ന് വന്നിട്ട് പോകാൻ വേണ്ടിയിട്ട്, പക്ഷേ സച്ചിൻ വരത്തില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ വീണ്ടും സച്ചിൻ ഹോട്ടൽ കാണിക്കുന്നുണ്ട്. ആ സമയത്ത് 2 പയ്യന്മാർ ബൈക്കിൽ നന്നായിട്ട്
മദ്യപിച്ചിട്ട് വന്നിട്ട് ഫുഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചിൻ ഞാൻ തരത്തില്ല, നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഇവിടെ മദ്യപിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഫുഡ് കഴിക്കുമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് സച്ചിൻ ദേഷ്യപ്പെടുന്നുണ്ട്. സച്ചിൻ കുടിക്കുമെങ്കിലും ഇവിടെ കടയൊക്കെ അടച്ച് വീട്ടിൽ പോയിട്ടാണ് കുടിക്കുന്നത്. വേറെ ആർക്കും ഒരു ഉപദ്രവമില്ലാത്ത രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ വരുന്നവർക്ക് സച്ചിനോട്ട് ഫുഡ് കൊടുക്കത്തുമില്ല. അങ്ങനെ അവന്മാർക്കൊക്കെ അവന്മാർ ദേഷ്യപ്പെടുന്നുണ്ട്, അല്ല വഴക്ക് പറഞ്ഞ് ഓടിക്കുന്നുണ്ട്. അങ്ങനെ അവന്മാരെ ഓടിച്ചിട്ട് നോക്കുമ്പോഴാണ് ഇത് അവിടെ നിൽക്കുന്ന കാർത്തിക്കും പീറ്റർ ഇളങ്കോയും. അവരിപ്പോഴും സച്ചിനെയും കൊണ്ടേ പോകുള്ളെന്നും പറഞ്ഞ് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ സച്ചിൻ വന്നിട്ട് ചോദിക്കും, നിങ്ങൾ ഇതുവരെ പോയില്ലേ, നിങ്ങളെന്താ പോകാത്തത്? അപ്പോൾ കാർത്തിക് പറയുന്നുണ്ട്, പിന്നെ എനിക്കൊരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ സച്ചിൻ പറയും, നിങ്ങൾ ഇന്നലെ ഇതൊന്നും അല്ലല്ലോ പറഞ്ഞ്. അപ്പോൾ പറയും, ഞങ്ങൾ കുറേ ആലോചിച്ചു, അപ്പോഴേ ശരിയാണ്, നിങ്ങളെ കൊണ്ടുപോയി ശരിയാവില്ല, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്, ഒന്നുമില്ല ഇതിന് അനിയനല്ലേ, അവൻ പറയുന്നത് എന്താണെന്ന് കേൾക്കാമെന്ന് ചോദിക്കും. അപ്പോൾ സച്ചിൻ പറയും, ഓക്കെ, എന്നാൽ ഞാൻ പറയുന്ന ലൊക്കേഷനിലേക്ക്, ഞാൻ ഇവിടെ 11 മണിക്കാണ് കട അടയ്ക്കുന്നത്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ലൊക്കേഷനിലേക്ക് വരാൻ പറയും. അങ്ങനെ ആ ലൊക്കേഷൻ വാട്സപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്പറൊക്കെ വാങ്ങുന്നുണ്ട്. അങ്ങനെ ആ ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവരങ്ങോട്ടേക്ക് എല്ലാവരും കൂടിയിട്ട് അവിടേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് കാർത്തിക് ഇളങ്കോയും പീറ്ററും കൂടിയിട്ട് ഒരു ഫോറിൻ ബോട്ടിലൊക്കെ കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ അതൊക്കെ അവർ ഒരുമിച്ചിരുന്ന് മദ്യപിച്ചിരുന്ന് വർത്തമാനം പറയുന്നുണ്ട്. ആ സമയത്ത് സച്ചിൻ പറയുന്നുണ്ട്, സാധാരണ ഇങ്ങനൊരു മകനുണ്ടെന്ന് പറഞ്ഞാൽ ഒരു സഹോദരങ്ങളും ആ സഹോദരനെ തിരക്കി പോകത്തില്ല, കാരണം ഉള്ള സ്വത്തൊക്കെ അത് അടിച്ചെടുക്കാൻ വരുന്നതിനായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ചെയ്യത്തില്ല. പക്ഷേ കാർത്തിക് നീ നല്ലവനായതുകൊണ്ടാണ് എന്നെ അന്വേഷിച്ച് വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പണ്ട് എൻ്റെ അമ്മയും പാവമായിരുന്നു, എൻ്റെ അമ്മ എന്നെ വളരെ കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. ഞാൻ അച്ഛൻ എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ അമ്മയ്ക്ക് സഹിക്കത്തില്ല, അമ്മ സമ്മതിക്കത്തില്ല, അമ്മയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അച്ഛനോട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സച്ചിന് അച്ഛനോട് ദേഷ്യമാണ്. കാരണം സച്ചിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ അമ്മയെ ചതിച്ചിട്ട് പോയ ആൾ എനിക്ക് അച്ഛനില്ലാണ്ട് ഞാൻ വളർന്നു എന്നുള്ളൊരു ദേഷ്യം സച്ചിനുണ്ട്. എന്നിട്ട് സച്ചിൻ പറയുന്നുണ്ട്, ഇവിടുത്തെ പല സെലിബ്രിറ്റീസും എൻ്റെ ചട്നിയുടെ ഫാനാണ്, ഇവിടെ എല്ലാവരും എൻ്റെ ചട്നിയുടെ ഫാനാണ്. സിനിമ നടൻ ആര്യയൊക്കെ വന്നിട്ട് ഇന്ന് രാവിലെ എൻ്റെ ചട്നിയാണ് വാങ്ങി കഴിക്കുന്നത്. അപ്പോൾ ഇളങ്കോ ചോദിക്കുന്നുണ്ട്, ഇവിടുത്തെ MLA നിൻ്റെ ഫ്രണ്ടല്ലേ? അത് എൻ്റെ കൂടെ 2ാം ക്ലാസ് വരെ പഠിച്ചതാണ്, അവൻ എത്ര ഉയരത്തിലെത്തിയാലും എന്നോട് വളരെ സ്നേഹമാണ്, എന്ത് സഹായം വേണമെങ്കിലും ചോദിച്ചോളാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ ചോദിക്കത്തില്ല, കാരണം എനിക്ക് സ്വന്തം കാലിൽ നിൽക്കുന്നതാണ് ഇഷ്ടമെന്നൊക്കെ സച്ചിൻ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ അക്കൗണ്ടിൽ 5 ലക്ഷം രൂപയുണ്ട്, ഞാൻ ആരെയും വിശ്വസിക്കത്തില്ല, അതങ്ങനെ അക്കൗണ്ടിൽ ഇട്ടേക്കാണ്, അതെൻ്റെ ദൈവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിൻ പറയുന്നുണ്ട്, ഞാനല്ല, നിങ്ങൾ എന്നോട് എന്തോ പറയണമെന്ന് പറഞ്ഞിട്ടല്ലേ വന്നത്, എന്നിട്ട് ഞാനാണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പീറ്റർ വന്നിട്ടുണ്ട്, ഈ ഒരു ഗ്ലാസ് കൂടി കുടിക്കുക, എന്നിട്ട് ഞങ്ങൾ പറയാം എന്ന് പറയുന്നുണ്ട്. അത് കുടിച്ച് കഴിയുമ്പോഴത്തേനും സച്ചിൻ ബോധം കെട്ട് താഴെ കിടക്കുന്നു. അങ്ങനെ ആ സീൻ കാണിച്ചുകൊണ്ടാണ് ഫസ്റ്റ് എപ്പിസോഡ് തീരുന്നത്. ഇനി അങ്ങോട്ട് നല്ല നല്ല രസമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. നമ്മൾ ഈ മലയാളം ഹാഷ് ഫോമൊക്കെ സിനിമ കണ്ടില്ലായിരുന്നു, അതുപോലെ വളരെ കൂളായിട്ടൊരു സിനിമയാണ്, ഒരുപാട് അടിപിടി ബഹളം അങ്ങനെയൊന്നും അല്ലാണ്ട് വളരെ കൂളായിട്ട് പോകുന്നൊരു മൂവിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.